കളർ ഓപ്ഷൻസ് ഉണ്ട്. സെൽഫ് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. കല്യാണ ചെക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇത്. ഇതൊക്കെ കോട്ടണിൽ പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. സിൽക്കിൽ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബോറിവലി എന്ന് പറയുന്നത് മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം പ്രാവശ്യം നമ്മൾ ലേഡീസിന്റെ കുർത്തീസാണ് കാണിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കാണിക്കാൻ പോണത് മൊത്തം മെൻസ് വെയറിന്റെ കുർത്തീസ്, പൈജാമാസ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഹിതേഷ് ട്രേഡേഴ്സിന്റെ ഓണറിനെ തന്നെ വിളിക്കാം. നിഷി, പ്ലീസ് വെൽക്കം. हेलो, हाय, नमस्ते. अब हितेश ट्रेडर्स इंडिया ओनर आना तो, और ये हितेश ट्रेडर्स थोड़ा और भी डेवलप हो गया इसके लिए दिल से बहुत अच्छा लग रहा है. और यहाँ पे बहुत വെറൈറ്റി भी ज्यादा है. അല്ലെ വെറൈറ്റി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന കടയൊന്നുമില്ല, അതിനേക്കാളും ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് നല്ല വലിയ വലിയ കളക്ഷൻസ്, വലിയ വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട്. तो आज का वैरायटी है क्या? आज जो वैरायटी अभी जो वेडिंग सीजन चल रहा है, बस उस हिसाब से हमने बनवाया है. ओके, तो वो उसमें सब जकार्ड हो गया, डिजिटल प्रिंट है, वो सब बहुत ही अच्छा जाता है. और मिनिमम प्राइस रेंज है 500, 600, 700 सब उसके अराउंड. 500, 600, 700 तक की रेंज. 500 തൊട്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച്, അത് 3000 വരേക്ക് പോകുന്ന കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. മൊത്തം ഈ പാർട്ടി വെയർ, ബ്രൈഡൽ ഫംഗ്ഷൻസ് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഷോറൂം ആണ്. ഇത് ഫുൾ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പിൾ ഏരിയ ആണ്. സ്റ്റോക്ക് ബി വരുന്നുണ്ട്. അപ്പൊ സ്റ്റോക്ക് നമുക്ക് അപ്പുറത്തെ സെക്ഷൻ അത് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ ഫസ്റ്റ് കളക്ഷൻ ശുരു करते जी. ഓക്കെ, तो कहाँ से എനിക്ക് മലയാളം അറിയില്ല, ഞാൻ പൊക്കോട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത്. तो मैं माइक निकाल लेती हूँ. ഓക്കെ, അപ്പോൾ ആൾക്ക് മലയാളം അറിയാത്ത കാരണം കുറച്ച് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നീങ്ങി നിന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ പാർട്ടി വെയർ ഉണ്ട്, ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുണ്ട് കളക്ഷൻസ്. പാർട്ടി വെയറിൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. കോട്ടണിൽ വരുന്ന കുർത്തീസാണ് ഇത്. അത്യാവശ്യം നല്ലൊരു പ്രിന്റൊക്കെ ആയിട്ട് വരുന്നത്. ഇതിലും ഒരുപാട് ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് സൈസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 40 to 44, 34 to 44 അങ്ങനെയാണ് സൈസ് വരുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈസിൻ്റെ കാര്യം സംസാരിക്കാം. നമുക്ക് എന്തായാലും കുറച്ച് കളക്ഷൻസ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കോട്ടണിൽ പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്, വെറൈറ്റി പ്രിന്റ്സ്. ഇതൊക്കെ നമുക്ക് നോർമൽ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൻ്റെ കളക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷോറൂമിൽ ഫ്ലോറിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. ഇതൊക്കെ 38 സൈസാണ് വരുന്നത്. ഫുൾ വർക്കോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ഡിജിറ്റൽ പ്രിന്റിൽ വിത്ത് ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് വർക്കാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ആ ഡിജിറ്റൽ പ്രിന്റിലുണ്ട്, പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും. ഇതൊക്കെ ജുബ്ബയാണ്, ആണുങ്ങളുടെ നമുക്ക് മുകളിലേക്ക് ഇടാനുള്ള കുർത്തീസാണ് കേട്ടോ. അതിൻ്റെ താഴേക്കുള്ള പാൻസും അവൈലബിൾ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതും ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഒക്കെ 500 ആണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. അത് 3000ൻ്റെ ഉള്ളിൽ വരുന്ന കളക്ഷൻസ് ആണ് ഉള്ളത്. ഇത് ഹോൾസെയിലാണ് കേട്ടോ, ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇനി എത്ര പീസ് എടുക്കണം, എങ്ങനെയാണ് സൈസസ്, എങ്ങനെയാണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നമുക്ക് സീക്വൻസ് വർക്കൊക്കെ വരുന്നത്. ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് ചെറിയൊരു തിളക്കമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് ഇത്. നമുക്ക് ഫ്ലോറിലൊക്കെ ശരിക്കും കാണുകയാണെങ്കിൽ അപ്പം തന്നെ സെയിലായി പോകുന്ന ഐറ്റംസ് ആണ് ഇത് വരുന്നത്. കണ്ടോ, ഇതും ആ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ ചെറിയ ഇങ്ങനെ ജെറിയുടെ വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ത്രെഡ് വർക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വർക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സൈസസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ട കളക്ഷൻസ്. ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത്, സെയിം ആ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ സ്വീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള കളക്ഷൻസ്. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സ്വീക്വൻസ് വർക്കിൽ വരുന്ന, സ്വീക്വൻസ് വേണ്ടെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ ഉണ്ട്, അങ്ങനെ പല മോഡൽസ് വരുന്ന കളക്ഷൻസ്. ഇതൊക്കെ ഫുൾ ഡിജിറ്റൽ പ്രിന്റിൽ പല പ്രിന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ അതിൽ പെട്ട കളക്ഷൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് സിൽക്ക് ബേസിലായിട്ടുള്ള കളക്ഷൻസ് നോക്കാം. സിൽക്കിൽ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഒരു പാർട്ടി വെയറൊക്കെ പോലെ, ഒരു ബേസിക് പാർട്ടി വെയറൊക്കെ പോലെ ഫീൽ ചെയ്യണം. അതിൽ തന്നെ നമുക്ക് ഇതൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ. പ്ലെയിനിൽ തന്നെ നമുക്ക് സെൽഫ് ഡിസൈൻ വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. അതിൽ വെറൈറ്റികളുണ്ട്, കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡ്സും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഒരു പാർട്ടി വെയറിൽ പെടുന്ന ഒരു സെൽഫ്
ഫുൾ വീവിങ് ആണ്. വീവിങ് ആയാൽ പോലും ഒരു ഹാർഷ് അങ്ങനെ ഫീൽ ആവില്ല. നമുക്ക് ഉള്ളിൽ തൊട്ട് നോക്കി അങ്ങനെ ചിലതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുത്തും, നമ്മുടെ സ്കിന്നിലൊക്കെ റാഷസ് വരും. ആ റാഷസ് അങ്ങനെയൊന്നും ഫീൽ ആവില്ല. ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഉൾ സൈഡിൽ തന്നെ, അപ്പോൾ പുറത്ത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പം അതിൽ അടുത്തൊരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവരുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇവരുടെ ഓൺ മേക്കിംഗ് ആണ്, മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇത് കുർത്തീസും അതുപോലെ തന്നെ പൈജാമ സെറ്റ് ഫുള്ള് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട്, പൈജാമ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ്, അത് നമുക്ക് ചോദിച്ചറിയാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ ഒരു പേസ്റ്റലിൽ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന നല്ല അടിപൊളി വർക്ക് വരുന്നത്. പിന്നെ വരുന്നത് കുറേ കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റലിന് അത് കാണുന്നത് ഫുൾ വീവിങ്ങിൽ വരുന്നതാണ്. ഉള്ളിലത്തെ വർക്ക് നോക്ക് ഒന്നും അങ്ങനെ ഹാർഷാവുന്ന അങ്ങനെ ഒരു ഫീലിങ്ങേ നമുക്കില്ല കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ സാമ്പിൾസ് മാത്രമാണ്. ഇത് നമുക്ക് ഇവിടെ സ്റ്റോക്കൊക്കെ ഉണ്ട്. സ്റ്റോക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ സെയിം. അത് ഞാൻ പ്രിൻ്റല്ല, ശരിക്കും വീവിങ് ആണ് കേട്ടോ. വീവിങ്ങിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ വീവിങ്ങിലാണ് വന്നിരിക്കുക. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി വർക്കിലാണ് വന്നിരിക്കുന്നത്. ത്രെഡ് വർക്കിൽ സ്വീക്വൻസ് വർക്ക് വന്നിട്ടുള്ള കുറച്ചുകൂടി ഹെവി പീസ് കേട്ടോ. പാർട്ടി വെയറിൽ നമുക്ക് ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ലുക്ക് വേണമെന്ന് വെച്ചാൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. ഇത് ഡിജിറ്റൽ പ്രിൻറ്റിൽ സീക്വൻസ് വർക്ക്, അതിനോടൊപ്പം തന്നെ ത്രെഡ് വർക്ക്, നമുക്കൊരു ചിക്കൻ കറി വർക്ക് എന്നൊക്കെ പറയില്ലേ, ലക്നൗവി വർക്കൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്ക് പെടുത്താട്ടോ. ഒക്കെ ഇതിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത്. ത്രെഡ് വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ മൾട്ടി കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ വേണോ, പ്ലെയിൻ കളേഴ്സ് വേണോ, ഏത് കളേഴ്സ് ഏത് മോഡൽ പ്ലെയിനിൽ വേണം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അത് ഇത്ര പീസ് എടുക്കണമെന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. ഇതിലും ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഡിജിറ്റൽ പ്രിൻ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ സീക്വൻസ് വർക്കൊന്നും കാര്യമായിട്ടില്ല, എന്നാലും ഉണ്ട് താനും ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷെയ്ഡ്. ഇതെന്തായാലും ഒരെണ്ണം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്പൺ ചെയ്തിടുന്ന ഒരെണ്ണം നമുക്ക് കാണാം. കാരണം ഇത് ഫുൾ നമുക്ക് കണ്ടത് നമുക്കിപ്പോൾ നോർമലി ആണുങ്ങളുടെ കുർത്തീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇത് ഈ കോൺസെപ്റ്റ് സൈസ് മീഡിയം സൈസാണ് കേട്ടോ, ആണുങ്ങളുടെ ആണ്. അതുപോലെ ഇതിൽ ഫുൾ സീക്വൻസ് വർക്കാണ് വരുന്നത്. ഇത് ഒരൊറ്റ കുർത്തിയായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അടിയിലത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചറിയാം. മീഡിയം ആണ് സൈസ് വരുന്നത്, 38 ആണ് കേട്ടോ സൈസ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലെയിനിൽ വരുന്നത് ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലേ, പേസ്റ്റൽ ഷെയ്ഡ്സിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട്, കളർ ഓപ്ഷൻസ് ഉണ്ട്. സെൽഫ് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ സെൽഫ് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി സെൽഫ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ്. അപ്പോൾ ഇത് പേസ്റ്റിലാണെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് ഡാർക്കിൽ വരും കേട്ടോ. ഈ ഷെയ്ഡ്സ് മൊത്തം ഡാർക്കിലാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടപ്പെട്ട കളറ് ഒരു യെല്ലോ, ഒരു ബേജ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയില്ലേ. ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ. ഇവിടെ പ്രിൻറ്റിൻ്റെ കളിയൊന്നുമില്ല. പ്രിന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് ഇരിക്കുക, അല്ലാണ്ടുള്ള പ്രിന്റുകളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെവി പീസ് വേണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം ഇത് സാധാരണ ജുബ്ബയല്ല, ഇത് ഒരു കല്യാണ ചെക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമുക്ക് ഗോൾഡിൻ്റെ പൈജാമ കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് എത്ര പീസ് എടുക്കണം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിയാം. ഇതിനും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് ഷെർവാനി മോഡലുണ്ട്, അങ്ങനെ പല പല ഇതിൽ വരുന്ന ജുബ്ബ മോഡലുണ്ട്. എന്തൊക്കെയാണ് ചോദിച്ചറിയാം. ഇതിൻ്റെയൊക്കെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഇത്ര കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ് വരുന്നത്. ഇതിന് പല പാറ്റേൺസ് ഉണ്ട്. ഇത് വൺ സൈഡ് ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല പല മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ്. കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ എല്ലാതും അറിയാൻ പറ്റും കേട്ടോ. ഇനി ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ ഇതൊക്കെ ഫുൾ ഡിജിറ്റൽ പ്രിൻറ്റിലാണ്. അതിൽ പല മോഡൽസ് പല ഡിസൈൻസും കാര്യങ്ങളും എല്ലാതും വരുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് കാണിക്കാനുള്ളത് എത്ര പീസ് എങ്ങനെയാണ് നിഷി പ്ലീസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
ये माइक जरा लगा दीजिए। और ये इसका जो लेंथ कैसा आता है वो सब मुझे डिटेल में बताइए। अभी जो साइज रेशियो है वो 34 से लेके 44 आता है हम लोग का। സൈസ് വരുന്നത് 34 to 44 ആണ് സൈസ് വരുന്നത് और प्लस साइज होगा 46 से 52 आता है। प्लस साइज വരാണെങ്കിൽ 46 to 52। लेकिन कैसा है उसमें कस्टमर है ना कोई भी 3 साइज मिनिमम ले सकता है। अभी इसी में वो शायद 34 36 उनके काउंटर पे जो भी चलता है 34 36 38 या 40 42 44 साइज ऑप्शंस मिल जाते हैं। അപ്പോൾ ഏതെങ്കിലും 3 സൈസ് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും। അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ 3 സൈസ് എടുക്കണം എന്ന് നിർബന്ധമുണ്ട്। और इसका लेंथ सब कैसा आता है? लेंथ तो वो साइज हम लोग चार्ट है ना जब भी कस्टमर हम लोग को इंक्वायरी पूछते तभी साइज चार्ट भेज देंगे। ओके। और कितना पीस लेना चाहिए? मिनिमम 15 to 20 पीस आप ले सकते हो और सिर्फ जिनका रिटेल शॉप है उन्हीं के लिए है, नॉट फॉर पर्सनल यूज। റീറ്റെയിൽ ഷോപ്പ് ഉള്ളവർക്ക് മാത്രമാണ് ഇത്, ഹോൾസെയിൽ ആണ്, ബൾക്കായിട്ട് തന്നെ എടുക്കണം. അത് 15 to 20 പീസ് എങ്കിലും എടുക്കണം, അത് നിർബന്ധമാണ്. സെൽഫ് പേഴ്സണൽ യൂസിന് നോട്ട് അലൗഡ്, അത് എടുത്ത് പറയാണ്. ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. और इसके साथ साथ इसका पैजामा भी आता है। इसके साथ इसका बॉटम के साथ है। अभी ये सेपरेट लेना है कि इसके साथ बॉटम के साथ रेट जो है वो बॉटम के साथ ही इंक्लूडिंग है। ഓക്കെ. അപ്പോൾ ഈ കാണിച്ചത് നമ്മളെല്ലാതും വിത്ത് ബോട്ടം അടക്കമാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഇതിന്റെ പാൻറ് അടക്കം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോമ്പിനേഷനിലായിരിക്കും വരാം. ഇപ്പോൾ ഇത് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ബേജ് കളർ और उसमें मिनिमम 2-3 कलर आते हैं जो सबके साथ मैच होता है। 2-3 കളർ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സ് അത് തന്നെ മാച്ച് ആയി പോകുന്ന അങ്ങനത്തെ കളേഴ്സ് ആണ് വരുന്നത്. और ये जो पैंट सेपरेट ही ले सकते हैं हम लोग, ऐसा कुछ ऑप्शन है? वो ऑप्शन कम होता है लेकिन मिल जाता है, अवेलेबल होता है तो मिल जाता है। അത് കുറവാണ്, എന്നാലും നമ്മൾ പരമാവധി നമ്മൾ ട്രൈ ചെയ്യും തരാനായിട്ട്. പക്ഷേ കൂടുതൽ ഈ ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പാൻറ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് चूज ചെയ്യാം. और जो डायरेक्ट आके ऐसा चूज नहीं कर सकते उन लोग के लिए क्या ऑप्शन है? अगर आप यहाँ पे विजिट नहीं कर सकते हो तो हम लोग वर्ल्ड वाइड शिपिंग करते हैं, तो आप घर बैठे बैठे भी ऑर्डर प्लेस कर सकते हो। यहाँ पे हम लोग आपको कैटलॉग और सब भेज देंगे, तो आप वहाँ पे सिलेक्ट कर सकते हो आराम से। और वीडियो कॉल फैसिलिटी, वीडियो कॉल फैसिलिटी भी है। पॉसिबल होगा तो यहीं पे विजिट कीजिए बिकॉज आई व्यू बेटर होता है। എന്നുവെച്ചാൽ എപ്പോഴും പറയണത് നേരിട്ട് വന്നിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ട് മേടിക്കേണ്ടത് നമ്മുടെ കൺമുന്നിൽ കണ്ട് മേടിക്കണതും വീഡിയോ കോൾ അല്ലെങ്കിൽ കാറ്റലോഗ് ത്രൂ മേടിക്കണതും വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും വരാണെങ്കിൽ നേരിട്ട് വരാൻ ശ്രമിക്കുക. വരാണെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. വന്ന് സമാധാനമായിട്ട് നമുക്ക് ഇരുന്ന് സമാധാനമായിട്ടൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. वैसे शॉप का टाइम मंडे टू सैटरडे, संडे क्लोज होता है 10:30 to 7:30। 10:30 to 7:30 ആണ് ഷോപ്പിന്റെ സമയം വരുന്നത്. സൺഡേ ഇല്ല, ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, വീഡിയോ കോൾ ചെയ്യാം. ഇനിയിപ്പോൾ വരേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് बोरवली എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, അവിടുന്ന് ഈസ്റ്റില് बोरवली ईस्ट में ईस्ट से कितना ऑटो का डिस्टेंस? 8 to 9 minutes वॉकिंग डिस्टेंस है। വാക്കിംഗ് ഡിസ്റ്റൻസ് കേട്ടോ. ഓട്ടോയിലാണെങ്കിൽ ഒരു 3 മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ, പക്ഷെ നടക്കുകയാണെങ്കിൽ ഒരു 7 to 8 മിനിറ്റിന്റെ ഡിസ്റ്റൻസിന് നമുക്ക് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് അതും കൂടി നോക്കാം. अभी मैं जो स्टॉक है वो भी जरा दिखा देती हूँ थोड़ा स्टॉक की जगह पे. तो സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഈ ഒരു സെക്ഷനാണ് സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം. ഇവിടെ ലൈറ്റ് കുറവായിരിക്കും, കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി, തുണിക്ക് കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് कपड़ा जो है वो ख़राब नहीं होना चाहिए, इसके लिए लाइट थोड़ा कम रहता है. അപ്പോൾ ഇത് ഫുൾ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഇത്രയും അധികം സ്റ്റോക്സ്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഇപ്പുറത്തെ സൈഡും സ്റ്റോക്സ്. ये सब ऑर्डर का माल है, ये पूरा ऑर्डर है, स्टॉक अलग है। ये ये पूरा सिर्फ ऑर्डर का, ഇത് ഫുൾ ഓർഡർ ചെയ്തിട്ട് അത് കെട്ടി വെച്ചിട്ട് ഓരോരുത്തരുടെ ബില്ല് ഇനി നാളെ ഇത് ഇവർ പാക്കിങ് ചെയ്യൂട്ടോ. ഇതൊക്കെ ആക്കി വെച്ചിട്ട് ഇത് സ്റ്റോക്ക് അല്ല, ശരിക്കും സ്റ്റോക്ക് വരുന്നത് ഇനി അവരുടെ വേറെ സ്ഥലത്തായിരിക്കണത് ഇവരുടെ പാക്കിങ്. ഈ പാക്കിംഗ് കസ്റ്റമർ का ऑर्डर का पीस ഇതാ ഇത് കസ്റ്റമറുടെ ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റോക്ക് ഇവിടെ അല്ല കേട്ടോ. ഇങ്ങനെയായിരിക്കും ഓരോ ഷോറൂമിൽ വലിയ വലിയ മോഡലൊക്കെ ഇങ്ങനെയായിട്ട് ആണ് സെയിൽ പോവാട്ടോ. ഫുൾ റോയൽ പാക്കിലാണ് പോകുന്നത് കേട്ടോ. എല്ലാം അത്രയും എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്കിലാണ്. ഇതൊക്കെ ഇത്രയും ബൾക്കിൽ കണ്ട ഓരോരോ കസ്റ്റമേഴ്സ് എടുക്കുന്നത്. ഇതൊക്കെ പോവാനുള്ളതാണ്. ഇനി സ്റ്റോക്ക് ഇരിക്കുന്നത് ഇവിടെ വേറെ സ്ഥലത്ത്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂണിറ്റ് ഒക്കെ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. യൂണിറ്റ് तो बहुत दूर है ना जी യൂണിറ്റ് ഇത് ഇവിടെ ആദ്യമൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ചുകൂടി കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇവർ യൂണിറ്റ് വേറെ സ്ഥലത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. और आने का रास्ता एक बार हिंदी में बताइए ना, मतलब यहाँ का एड्रेस? मुंबई में बोरीवली ईस्ट में हम लोग
लोकेटेड है, तो अगर आप यहाँ विजिट करते हो तो मुंबई के जो मेट्रो स्टेशन है वो यहाँ पे देवीपाड़ा मेट्रो स्टेशन, यहाँ से सिर्फ 2 मिनट लगता है। या फिर आपको रेलवे स्टेशन से आ रहे हो तो बोरीवली ईस्ट में आना होता है आपको। ഓക്കെ, അപ്പോൾ ബോർവെലി ഈസ്റ്റിലാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് 7 to 8 മിനിറ്റിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ്. ഇവിടെ हाईवे भी एकदम 2 मिनट ही लगता है। ഹൈവേ എന്നാണെങ്കിൽ നമുക്ക് 2 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഫുൾ ജെൻസ് വെയറുടെ കുർത്തീസ്, അതുപോലെ ബോട്ടംസ് മാത്രമല്ല, നോ ലേഡീസ് ഐറ്റംസ്. ഓൺലി മെൻസ് കുർത്തീസ്, കുർത്തീസിൻ്റെ കൂടെ പൈജാമാസ്, അങ്ങനെയാണ് കേട്ടോ. 500 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ്. 3000 ഉള്ളിൽ ഒതുങ്ങുന്ന കളക്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടും. 15 to 20 പീസെങ്കിലും മിനിമം എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ ഇപ്പം അത്യാവശ്യം നല്ല രാത്രി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് യൂണിറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അതുപോലെ സ്റ്റോക്ക് ആ ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. ഇതൊക്കെ ബില്ലിങ് ആ ഒരു സെക്ഷനായിട്ട് ഒരുവിധം സ്റ്റാഫുകളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞു. तो बहुत अच्छा कलेक्शन था, मज़ा आ गया, मतलब कलेक्शन से देख देख के, और कुछ अच्छा और क्वालिटी भी थोड़ा अच्छा इम्प्रूव किया, इसके लिए भी बहुत बढ़िया. तो आप इतना अच्छा कलेक्शन दिखाया, इसके लिए थैंक यू सो मच. अब അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. टिल देन बाय.